നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. വിഷ്ണു വന്നിരിക്കുന്നു. നിങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കും. സർ മ്യൂച്വൽ ഫണ്ടിൽ പൊരുത്തൻ മട്ടിൽ DAs തന്നെ കംപ്ലീറ്റ് എല്ലാത്തിനെയും ഏത് സ്റ്റോക്ക് വാങ്ങണം എന്താണ് കാര്യം എന്നതിന് ഫണ്ടം സ്ട്രാറ്റജീനെ ആദ്യം FA ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ DAs അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് പറയുന്നുവെന്നാൽ റംസാൻ സീസൺ ഏറ്റവും ഇന്നോ തന്നെ തീർന്നിരിക്കുന്നു ഇന്ത്യയിൽ. അതിന് ആടിനെ റെഡി ചെയ്യും. കുരങ്ങ് ആടിനെ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ ഇൻസ്റ്റയിൽ വരുന്നു, FB വരുന്നു. ഇത് കാരണം റമദാൻ തീർന്നു. അടുത്ത റമദാനിന് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റർ DAs ചെയ്യുന്നത് മങ്ങാത്തയാണ്. ಯಾರ ಬ್ಯಾಲೆನ್ಸ್ ಶೀಟ್ ಒಳಗೆ വായിക്കുന്നതില്ല, ഒരു എക്കണോമിക് ഇൻഡക്ടറും ഇല്ല. ഒരുപാട് അണ്ടർ ദി ടേബിളും പോകും ചിലതിൽ. ഏതിലെന്ന് അറിയത്തില്ല. സൊമാറ്റോ പോലെ തെറ്റായ കമ്പനി, ഓല പോലത്തെ കമ്പനി, പേടിഎം ഇതുപോലത്തെ കമ്പനികളൊക്കെ കാശിന് വിടും. സ്വിഗ്ഗി, എറ്റേണൽ അതന്നെ സുമോട്ടോ എന്ന് പറഞ്ഞത്. ഇതിലൊക്കെ കാശിന് വിടുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് തന്നെ. എക്സ്റ്റേണലിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് എങ്ങനെയും നെഞ്ചിനെ പിടിച്ചിട്ട് ഓടി. ഭാവേഷ് അഗർവാൾ അത് അകപ്പെട്ടു. ഇപ്പോൾ റിതീഷ് അഗർവാൾ ഓയോയിലിരുന്ന് നിങ്ങൾ തലയിൽ കെട്ടാമെന്ന് നോക്കുന്നു. ഇതുപോലെ സ്ഥലത്തിലിരിക്കുന്ന കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രക്ഷിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആളെന്ത് പറയുന്നതെന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ദി ഷോക്ക് അബ്സോർവർ ഓഫ് ദി നേഷൻ എന്ന് പറയുന്നു. ആ ഷോക്ക് നമ്പർ അബ്സോർവറിന്റെ കഥ എന്താണെന്ന് എല്ലാ റെഡിൽ തന്നെ സർ ഇരിക്കുന്നു. 21,600 വരേക്കും എത്തിയെന്ന് വിചാരിച്ചോ. 21,600 4 ഇയർ ആവറേജ്. ഇപ്പോൾ തന്നെ 100 വീക്ക് ആവറേജിനെക്കാട്ടിലും കുറവായിട്ടാണ് ഇരിക്കുന്നത്. 4 ഇയർ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പം 4 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് കാശ് ചെയ്തില്ല എന്നാണ് അർത്ഥം. 4 വർഷത്തിന് മുമ്പ് രൂപ 70 ഇരുന്നത്. ഇന്ന് 96 35% ഔട്ടാണ്. 70 into 30 21 in 92 പ്ലസ് ഇന്നർ ₹2 31 to 32% ഔട്ടാണ്. ജസ്റ്റ് അവിടെ ഇരിക്കുന്നതിന് ഒരു 32% റിട്ടേൺ വരണം. 3 വർഷം നിങ്ങൾ ഒളിഞ്ഞുമായിട്ടുണ്ടെങ്കിൽ ഈച്ച് 4-5% റിട്ടേൺ വന്നു. 50% റിട്ടേൺ വന്നാൽ തന്നെ നിങ്ങൾ 3 വർഷത്തിനോ 4 വർഷത്തിനോ മുമ്പോ ആ ലെവലിലിരുന്ന് കുറച്ചെണ്ണി റിട്ടേൺ എടുത്തിരിക്കുന്നു എന്ന അർത്ഥം. ഇപ്പോൾ സാർ പറഞ്ഞതില്ല സത്യം, എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമുണ്ട്. 4 വർഷത്തിന് മുമ്പ് മ്യൂച്വൽ ഫണ്ട് ഇട്ടവർക്ക് ഇപ്പോൾ 4 വർഷത്തിന് മുമ്പ് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ചെന്നിരിക്കുന്നു. നിങ്ങൾ പറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. 3 വർഷം ചെന്നു. ഒരു വശം നിങ്ങൾ ഇതിനെ കൊണ്ട് ഡോളറിൽ ഏൺ ചെയ്യുന്ന സ്റ്റോക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30% പ്രോഫിറ്റ് ഇരിക്കും അല്ലേ? വെറും ഡോളറായിരിക്കും. ഞാൻ ബഫറ്റ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡബിളായി ഡോളറായിരിക്കുമല്ലോ. അപ്പോൾ ഡോളറിൽ ഏൺ ചെയ്യുന്ന കമ്പനീസ് ഒരു 4-5 പറയുന്നത് സാർ. ഞാൻ അത് തീർത്തില്ല എണ്ണം. ഇത് കാരണം ഞാൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററിനെ കുറിച്ച് സംസാരിക്കരുത്. ഇതിലൊരു കബാൽ ജോലി ഇരിക്കുന്നു. ഒരു 500 ഫണ്ട് ഇരിക്കും. ഒരു 50 കമ്പനിയെ സെലക്ട് ചെയ്യും. എനിക്ക് റിട്ടേൺ കുറയണത് പോലെ ഇരുന്നാൽ എൻ്റെ ഫ്രണ്ട് വാങ്ങും. അവന് റിട്ടേൺ കുറയണത് പോലെ ഇരുന്നാൽ ഞാൻ വാങ്ങും. അതിനെ കവർ ചെയ്തിരിക്കുന്നോ എന്ന് അറിയത്തില്ല. മേരിയും ഒരാളിൻ്റെ ഒപ്പം ഒരാൾ പാസിംഗ് ദി പാർസൽ വേറെ കളിക്കും. ഇതൊക്കെ മുമ്പേ ബാങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു. ഗ്രീനിങ് ദി ബാലൻസ് ഷീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ബാങ്കിൽ അങ്ങനെയെന്ന് വെച്ചാൽ നിനക്ക് MQN വെച്ചോ, അതിനായിട്ട് തള്ളി വിട്ടിട്ട് അതിന് ഞാൻ വച്ചേക്കും. എന്ത് വെച്ചാൽ ഇപ്പോൾ തന്നെയല്ല വന്നത്, NPA ഇല്ല. നീ വന്നിട്ട് NPAയിൽ നിന്ന് രക്ഷപ്പെട്ടു. എൻ്റെ NPA നീ ഒന്ന് വാങ്ങും. 5 പേർ ഇങ്ങനെ പാസ്റ്റർ കളിച്ചുകൊണ്ടേ ഇരിക്കും ബാങ്കിൽ. ഇതിൻ്റെ പേര് ഗ്രീനിങ് ദ ബാലൻസ് ഷീറ്റ് എന്നാണ് അർത്ഥം. ബാലൻസ് ഷീറ്റിനെ പച്ചപ്പിള്ളേരനാക്കുന്നതാണിത്. നിനക്കറിയാം നീ വാങ്ങിയത് NPA എന്ന്. ആ NPA എടുക്കാൻ ഈ NPAനെ നീ കൊടുത്തിരിക്കുന്നു. അടുത്ത 1 വർഷത്തിന് നിനക്കും റിലീഫ്, അടുത്ത 1 വർഷത്തിന് എനിക്കും റിലീഫ്. ആ ഒരു വർഷം ടൈം ഡ്യൂറേഷൻ തന്നെ ഇതിന്റെ ഗെയിമേ. ഇതിന് ഒരു പബ്ലിക് ബാങ്കിൽ 2 വർഷത്തിൽ ചെയർമാൻ റിട്ടയർഡ് ആവും. എൻ്റെ പോസ്റ്റിൽ ക്ലിയറായി. അടുത്ത ചെയർമാൻ വരുമല്ലേ, അവർ എല്ലാത്തിനെയും NPA ആക്കിക്കൊണ്ട് ക്ലീൻ ചെയ്യും. പിന്നെ തിരികെയും ഈ ഗെയിമിന് തുടങ്ങും. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഗെയിം തന്നെ നടക്കുന്നു. എനിക്ക് ലാസ് ആകുന്നത് പോലെ ഇല്ല വിഷ്ണു. ഈ സ്റ്റോക്കൊക്കെ ലാസ് ആയിരിക്കുന്നു. നീ വാങ്ങ്. അപ്പം നീ വാങ്ങും. അപ്പം എൻ്റെ ലാസ് കട്ടാവും. അപ്പം നീ എന്ത് ചോദിക്കും, ഞാനിത് വാങ്ങിയമ്മേ ഇനി എനിക്ക് ഇതിനെ വാങ്ങുക എന്ന് പറയും. നമ്മൾ 2 പേർ മാത്രമല്ല, ഇതിന് ഒരു 500 പേർക്കായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വിട്. അപ്പോൾ ഈ പ്രൈസ് ക്യാപ്പിനാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇന്നലെ ലോഹ മാർക്കറ്റൊക്കെ വീഴുന്നാലും ഇവിടെ ഒരു ഡെപ്റ്റ് ക്യാപ് ബൗൺസ് വരാൻ കാരണം ഇതാണ്. ഒരു 500 പോയിന്റ് വീഴുന്നു, ഇല്ല ഒരു 750 പോയിന്റ് വീഴുന്നു സാർ. 300 പോയിന്റ്, അവസാനം 70 പോയിന്റ് തന്നെ. പിന്നെ അഡ്ജസ്റ്റഡ് പോയിന്റ്സ് ആണല്ലോ. 10% കയറിയിരിക്കുന്നു. ബട്ട് കണ്ണിൽ ഗ്രീനാ കാണിക്കുന്നതന്നെ.
ട്രംപ് നാളെ വന്നിട്ട് വാറിന് നിർത്തിയില്ല എന്ന് വെച്ചോ, ഇതുവരെ വാർ നിന്നില്ല, തിങ്കളാഴ്ച വാർ നിന്നില്ല എന്ന് വെച്ചാൽ തിരികെ ഒരു 300 പോയിന്റ് ഇടും. തിരികെ ഞങ്ങൾ പാർസൽ ചെയ്യും. നിങ്ങൾ ഈ പാസിംഗ് പാർസൽ പുതിയതല്ലല്ലോ സർ. ഈ 70s 80sലൊക്കെ ഇത് ധോണി ആൻഡ് ടെണ്ടുൽക്കർ കളക്ട് ചെയ്ത് കൊടുക്കുന്ന കാശല്ലേ. ആൻഡ് ഷാക്കബ് ജാവൻ എന്തറിയത്തില്ല എന്ന് വെച്ചാൽ, പഠിച്ച ഷാക്കബ് ജാവറിനെ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. 1,30,00,000 ഇരുന്നത് ഇന്ന് 1 എന്ന് പറഞ്ഞ്. പിന്നെ ചെറുക്കൻ അമേരിക്കയിലിരിക്കുന്നു. സോ 30% പോയി. കണ്ണാൻ എൻ്റെത് 1 എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ITC വിടുന്നുണ്ടോ ഇരുത്തുന്നോ? 15 രൂപ ഡിവിഡൻഡ് അഷ്യൂർഡ്, ചീപ്പ് റിട്ടീസ്, ഈൽഡ് ജാസ്തി. ഇപ്പോൾ നിങ്ങൾ MRF പറഞ്ഞ കാരണം MRFന്റെ ചോദ്യം ചോദിക്കാൻ ഞാൻ PE23 ഇരിക്കുന്നു സർ. ഷെയർ പ്രൈസ് നോക്കുമ്പോൾ 1.5 ലക്ഷം ഒക്കെ ഇരിക്കുന്നു സർ. പി അട്രാക്റ്റീവ്. ഇതുപോലത്തെ കമ്പനിക്ക് എന്ത് ഞാൻ കൺസിഡർ ചെയ്യേണ്ടതില്ല. എന്നാൽ എൻ്റെ ലൈഫ് ടൈമിൽ 2 പ്രാവശ്യം ഞാൻ ടയർ വാങ്ങും, അല്ലെ 3 പ്രാവശ്യം. അതും MRF എന്ന് പറയുന്നത് ഹൈ എൻഡ് ടയറാണ്, വലിയ പണക്കാരൻ വാങ്ങുന്നത്. എന്താ സാർ, മിഡിൽ ക്ലാസ് വാങ്ങല്ലേ സർ? ഞാൻ നോക്കിയ ബിഹേവിയർ ഞാൻ അറിഞ്ഞത് പറയുന്നു. ഇതുവരെയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ MRF വാങ്ങിയതില്ല. എൻ്റെ കഥയിൽ ഞാൻ പറയുന്നു. ഞാൻ ഓർഡിനറി ടയർ തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ പാക്കർ ഒരുത്തർ ചേർന്നു, കാറിന് നോക്കാൻ അവൻ. ഞാൻ വന്ന് ഈ JK, സിയറ്റ് ഇതൊക്കെ നോക്കിയിട്ടിരുന്നു. ഒരു ST ഓട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് ആ ST ഓട്ടിക്കൊണ്ടിരുന്നു. പിന്നെ കാറിന് മാറ്റി പോല എടുത്തു. പോല ഉടനെ വിറ്റു. അതിനുശേഷം ഒരു കോലീസ് വാങ്ങി. ഈ പോലോയിലിരുന്ന് കോലീസിന് വരുന്ന സമയം മാനേജ് ചെയ്യാൻ തുടങ്ങി. 2 വർഷമായിട്ട് അവർ മാനേജ് ചെയ്യുന്നു. ഈ സിയർ JKയിലിരുന്ന് നേരെ മിഷലിന് പോയി. മിഷലൻ അണീക്കലും തന്നെ അവർ വാങ്ങുന്നു. അവർ MRFനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ചോദിച്ചാൽ അത് വളരെ ലോ എന്ന് പറയും. അതിപ്പോൾ എന്താ എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ്റെ ശേഷം അത് എന്താ എന്ന് വെച്ചാൽ, എന്നെപ്പോലത്തെ പിച്ചക്കാർ മെൻറ്റാലിറ്റിയിൽ ഇരുന്ന സിയറ്റ് JKക്ക് പോവും. അപ്പോഴോ മെൻറ്റാലിറ്റി അപ്പോൾ നോക്കിയാൽ മനസ്സ് വരില്ല. എൻ്റെ പാർട്ണർ നോക്കിയാൽ നേരെ മിഷിലെന്ന് പോകുന്നു. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ എന്നിട്ട് കാറിൽ ആര് ടയർ ഇടുന്നോ അതിനെ ഓട്ടി അതിനെ കൊടുക്കും. കാർ വാങ്ങിയ ഉടനെ ടയറിന് മാറ്റുന്നത്. അതുപോലത്തെ ആൾക്കാരൊക്കെ ഷെയർ വാങ്ങിയ കഷ്ടം. ഇത് കാരണം എനിക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് അറിയത്തില്ല. ഔട്ട്സൈഡ് എൻ്റെ സർക്കിൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. 23 PE ഇരിക്കുന്ന കാരണം അട്രാക്റ്റീവ് ആയിരിക്കുന്നത് സർ. 10 പീക്ക് കൂടെ വരാമല്ലോ. പക്ഷെ അവരെ 5 ഇയർ ആവറേജ് നോക്കുമ്പോൾ 30ക്ക് മുകളിൽ ഇരിക്കുന്നല്ലേ സർ? റൈറ്റ് തന്നെ. ഇപ്പൊ തന്നെ സർ ഇറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കട്ടെ. ക്രൂഡ് അതന്നെ, ഈ ക്രൂഡ് തന്നെ. അപ്പോൾ ക്രൂഡ് 150 പോയെങ്കിൽ ഇത് 15 വരാൻ 15 വരാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് ഒരു 20% ഉണ്ടാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നല്ലേ സർ? ഇരിക്കുമെന്ന് ഞാൻ പറയുന്നു. ആ ബിസിനസ്സിനെ കുറിച്ചും ഇരിക്കാം. ബിസിനസ്സിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്ക് സ്ട്രൈക്ക് ആയതിന് ഞാൻ പറയുന്നു. ഞാൻ സിയറ്റും JKയിൽ ഇരുന്ന ആളാണ്. അവർ നേരെ തൂക്കി മിഷലിനിൽ ഇട്ടു. ഞാൻ 2-3 ടാക്സി ഡ്രൈവറിന്റെ അടുത്തും ടയറിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അതായത് ക്യാബിലേറി ഇരുന്ന് അവരുടെ കല സംസാരിച്ചിട്ട് പോകുമ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, JK ടയർസ് പോലെ തന്നെ ഞങ്ങൾ പോകും. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓവർ റണ്ണിങ് ഇരിക്കും. പെട്ടെന്ന് 2 വർഷം പിന്നെ മാറ്റും. JK ചീപ്പർ അത്. ഇത് കാരണമാണ് അതിനെ എടുക്കുന്നു എന്ന ഒരു കോൺസെപ്റ്റ് അവർ വച്ചിരിക്കുന്നു. ആ ബൂത്തിൽ തന്നെ എനിക്കും മനസ്സിലാവുന്ന സർ, ഞാൻ അതിനെ ഷെയറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അത് സെയിൽസ് കൂടുതൽ ലാഭം അടിക്കുന്നു സർ. പക്ഷെ നമുക്ക് JKയുടെ പ്രൊമോട്ടർ ഇൻറ്റഗ്രിറ്റി നമുക്ക് അറിയത്തില്ല. സോ എന്നെ പൊറുത്ത മട്ടിൽ ഇതിൽ നമ്മൾ തള്ളിയിരിക്കുന്നതാണ് വളരെ നല്ലത്. എൻ്റെ സർക്കിൾ ഓഫ് കോമ്പറ്റൻസിൽ ഇതില്ല. ഓക്കെ സർ, ഒരു 4 ഷെയറിനെ കുറിച്ച് മാത്രം ചോദിക്കാം സർ. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ICICI Prudential ചില ആൾക്കാർ കൺസിഡർ ചെയ്യും. ഞാൻ ആസ് എ ഇൻവെസ്റ്റർ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് LIC എന്നല്ലോ സർ പറയുന്നു. ICICI Prudential എന്താണ്? ICICI Prudential നീതർ AMC ആണ് ഇൻഷുറൻസ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് നടത്തുന്നവർ ക്യാപിറ്റൽ കൂടെ എനിക്കറിയത്തില്ല. അവൻ എന്തിനാണ് ഷെയറിനാ വിറ്റുന്നു? വാല്യൂഷന് വേണ്ടിയാണ് വിറ്റുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ മേളിൽ എനിക്ക് വിശ്വാസമില്ല. യുണൈറ്റഡ് ബ്രീവേഴ്സ് എനിക്ക് ഐഡിയ ഇല്ല. ഇതൊക്കെ കഴിക്കുന്നതില്ല. അതിനൊക്കെ ഓൺ ചെയ്യുന്നതെന്നാൽ അത് ആര് ഓൺ ചെയ്യുന്നു എന്ന് നോക്കണം. ഐ എം നോട്ട് ക്ലൂഡിഷ്. നിങ്ങൾ ഓൺ ചെയ്യാം. ബട്ട് നോ ഇറ്റ്സ് എ ഫോറിൻ കമ്പനി. ഞാൻ നോക്കുമ്പോൾ അത് 50-60% ഏണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ 100. അത് ഞാൻ ഇപ്പോൾ പോണതേ ഇല്ല. മാക്കിൻ ഫാർമ സർ, ഇത് എന്തുകൊണ്ട് ഇതൊക്കെ ചോദിക്കുന്നു എന്നാൽ ഇവയെല്ലാം ലാസ്റ്റ് ഒരാഴ്ചയിൽ 5-10% വീഴുന്നതാണ് സർ. വളരെ കോസ്റ്റ്ലി. ഞാൻ നോക്കിയപ്പോൾ വളരെ കോസ്റ്റ്ലിയാണ് സർ. ഇത് വന്നിട്ട് അറൌണ്ട് 44 ഇരിക്കുന്നത് സർ. ഇപ്പൊ തന്നെ അറൌണ്ട് 44 ഇരിക്കുന്നത് സർ. റെഡ്ഡി 18 ഇരിക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് നോക്കണം? നമ്മളെ ദൈവം അതുപോലെ കൺസിഡർ ചെയ്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും അയച്ചാൽ അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം.
ഞങ്ങളെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.